ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ട് മാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, ആരോ നമ്മുടെ ഒരു സ്വത്തുക്കുട്ടി അടുത്തത് ഒരു ഹൈസ്റ്റ് പടം ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു. അവരുടെ ആഗ്രഹം പ്രമാണിച്ച് നമ്മൾ ഇന്നൊരു കൊള്ള സിനിമയാണ് കാണാൻ പോകുന്നത്. ഒരു റോബറി കോമഡി മൂവി. ഇതിൽ പ്രതീക്ഷിക്കാത്ത 1-2 ട്വിസ്റ്റുകളുണ്ട്. അതാണ് രസം. കൂടുതൽ കഥയെക്കുറിച്ച് പറയുന്നില്ല. 2011 റിലീസ് ചെയ്ത ടവർ ഹൈസ്റ്റ് എന്ന് പറയുന്ന അമേരിക്കൻ ക്രൈം കോമഡിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എന്നാൽ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു പാവം മനുഷ്യൻ തൻ്റെ വീട് വിട്ട് രാവിലെ തന്നെ ജോലിക്ക് പുറപ്പെടുകയാണ്. ഒരു സാധാരണ തെരുവിൽ നിന്നാണ് പുള്ളി വരുന്നത്. ഈ തെരുവിൽ തന്നെ മറ്റൊരു കള്ളനായ അയൽവാസിയുണ്ട് ഹീറോയ്ക്ക്. അയാൾ എല്ലാ ദിവസവും ഹീറോ പോകുമ്പോൾ ഓരോന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. ഈ ഏരിയയിലെ വെടക്ക് ചെക്കന്മാരല്ലേ, അവരെ പോലെ. ഹീറോ ആണെങ്കിൽ വളരെ ഡീസൻ്റ് ആയ ആളാ. ഒരു വലിയ ടവർ അപ്പാർട്ട്മെന്റിന്റെ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു 5 സ്റ്റാർ ഹോട്ടൽ പോലത്തെ അപ്പാർട്ട്മെന്റ് ആണത്. സ്വന്തമായിട്ട് അപ്പാർട്ട്മെന്റ് വാങ്ങിച്ച് ഹോട്ടലിലേതുപോലെ തന്നെ സൗകര്യങ്ങളും ലഭ്യമാക്കാം. മാസം പൈസ കൊടുക്കണമെന്നേ ഉള്ളൂ. നാട്ടിലെ വലിയ പണക്കാരൊക്കെയാണ് അവിടെ താമസിക്കുന്നത്. എക്സ്പെൻസീവ് ആണ് അവിടുത്തെ ഫ്ലാറ്റ്. ഇതിലെ ഏറ്റവും വലിയ പണക്കാരനാണ് ടവറിന്റെ ഏറ്റവും മണ്ടേ താമസിക്കുന്നത്. ഒരു പ്രായമായ മനുഷ്യൻ. പുള്ളിയെ കാണിച്ചു കഴിഞ്ഞ് അടുത്ത സീനിൽ ഹീറോ ജോലിക്ക് വരുമ്പോൾ ഈ വലിയ ബിസിനസ്സുകാരൻ അങ്ങയുടെ ഓഫീസിലേക്ക് പുറപ്പെടുന്നുണ്ട്. ഹീറോ പുള്ളിക്കാരനൊരു വിഷയം പറഞ്ഞിട്ട് അയാൾ മറന്നുപോയ ഏതോ ഒരു കാര്യം ഓർമ്മപ്പെടുത്തും. ഈ ബിസിനസ്സുകാരന് ഹീറോയെ വലിയ ഇഷ്ടമാണ്. ഇങ്ങനെ കൂടുതൽ കെയർ എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത പണിയാൻ പോകുന്ന ഹോട്ടലിൽ നിന്നെ മാനേജറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പോവാണ്, നിനക്ക് താല്പര്യമുണ്ടോ എന്ന് പുള്ളിക്കാരൻ ഹീറോയോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഹീറോ പറയും, നമ്മുടെ വാച്ച്മാനെ കൂടെ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരാമെന്ന്. ഹീറോയുടെ മറ്റൊരു സുഹൃത്താണ് ആ അപ്പാർട്ട്മെന്റിന്റെ വാച്ച്മാൻ. അദ്ദേഹത്തെ പറഞ്ഞു വിട്ട് കഴിഞ്ഞ് ഹീറോ അപ്പാർട്ട്മെന്റിനകത്തേക്ക് കടക്കുന്നു. ഒരുപാട് ജോലിക്കാരുണ്ട് ഹീറോയുടെ അണ്ടറിൽ തന്നെ. ഇതൊരു ഹോട്ടൽ പോലത്തെ സർവീസ് ആണെന്ന് പറഞ്ഞില്ലേ. സോ ഹോട്ടൽ പോലെ ഒരുപാട് സ്റ്റാഫുമാരുണ്ട് അവിടെ ജോലി ചെയ്യാൻ. പാചകത്തിനും ക്ലീനിങ്ങിനും സെക്യൂരിറ്റിക്കും ഒക്കെ ആയിട്ട്. ഹീറോ മാനേജറും ഹീറോയ്ക്ക് മുകളിൽ ഒരു ഓണറും ഉണ്ട്. ഈ കെട്ടിടത്തിന്റെ ഓണർ പുള്ളിക്കാരനാണ്. ഈ കെട്ടിടം ഉണ്ടാക്കിയത്. ഇപ്പൊ സർവീസ് കൊടുക്കുന്നതും പുള്ളിയാണ്. ബോസ് വന്നിട്ട് ഹീറോയോട്, ചാർലിയെ കാണുന്നില്ല, ഡെസ്ക് കാലിയാണല്ലോ, 2 മിനിറ്റിനകം ചാർലി ഫ്രണ്ട് ഡെസ്കിൽ എത്തിയില്ലെങ്കിൽ അവനെ ഞാൻ ജോലിന്ന് പറഞ്ഞു വിടും. ഹീറോയുടെ അളിയനാണ് ചാർലി, അനിയത്തിയുടെ ഭർത്താവ്. ഹീറോ റെക്കമെൻഡ് ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ ഈ ജോലി തന്നെ കിട്ടിയിട്ടുള്ളത്. എന്നിട്ടാണ് അവനിങ്ങനെ ഉഴപ്പുന്നത്. സോ ചാർലിയെ പിടിക്കാൻ വേണ്ടി ഹീറോ പോകുന്ന വഴിയെ മറ്റൊരു സ്റ്റാഫ് ഇരുന്ന് പഠിക്കുന്ന കാണും. ഡ്യൂട്ടി സമയത്ത് പഠിക്കാൻ പാടില്ലല്ലോ. അക്കൗണ്ട്സ് എന്തോ നോക്കുന്ന സ്റ്റാഫാണത്. ആ പുള്ളിക്കാരി ഒളിച്ചിരുന്ന് ബാർ എക്സാമിന് പഠിക്കുക. ഹീറോയെ കാണുമ്പോൾ അവർ പേടിച്ച് പുസ്തകം മറച്ചു വയ്ക്കും. ഹീറോ പറയും, എനിക്ക് നീ പഠിക്കാന്നൊക്കെ അറിയാം, കുറെ നാളായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഡ്യൂട്ടി സമയത്തിരുന്ന് പഠിക്കാതെ ലഞ്ച് ടൈമിൽ എന്റെ ക്യാബിനിൽ കയറി ഇരുന്ന് പഠിച്ചോ, കുഴപ്പമില്ല, മറ്റുള്ളവർ കണ്ട എനിക്ക് കുഴപ്പമെന്ന് പറയും ഹീറോ. അത് കഴിയുമ്പോൾ ബോസ് പുതിയൊരു ലിഫ്റ്റ് ഓപ്പറേറ്ററെ ഹീറോയ്ക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു ഇന്ത്യക്കാരനാണെന്ന് പറയുക, കണ്ടിട്ട് മെക്സിക്കൻ്റെ ലുക്കുണ്ട്. എന്തായാലും ബോസ് അയാളെ ഒന്ന് പരിശോധിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ ജോലിക്ക് എടുക്കാൻ പറയും. ഹീറോ അയാൾക്ക് ഈ അപ്പാർട്ട്മെന്റിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കുക. സിറ്റിയിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയ അപ്പാർട്ട്മെന്റ് ആണത്. ഇവിടെ താമസിക്കുന്ന ഒരു ഫ്ലാറ്റ് മാത്രമല്ല വാങ്ങിക്കുന്ന, അവർക്ക് വേണ്ടി സേവനം ചെയ്യുന്ന നമ്മളെ കൂടിയാണ് വാങ്ങിക്കുന്നത്. മാസാമാസം നമ്മുടെ ശമ്പളം അവരാണ് തരുന്നത്. സോ ഒരു സ്റ്റാഫ് എന്ന നിലയ്ക്ക് വളരെ മര്യാദപൂർവ്വം കെയറിംഗ് ആയിട്ട് വേണം പെരുമാറേണ്ടത്. അതിലെന്തെങ്കിലും കുഴപ്പം പറ്റുകയാണെങ്കിൽ നിന്നെ ജോലിയിൽ നിന്ന് തെറിപ്പിക്കും എന്ന് പറയും ഹീറോ. അത് കഴിഞ്ഞ് നമ്മുടെ സെക്യൂരിറ്റി അപ്പൂപ്പനെ കാണിക്കുന്നു. പുള്ളിക്കാരനെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. പുള്ളിക്കാരനും എല്ലാവരോടും സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. നാട്ടിലെ കുറെ ഷുഗർ ഡാഡിമാരും ഇവിടെ താമസിക്കുന്നുണ്ട്, കുറെ അധികം പണക്കാർ. ഈ സമയത്തായിരിക്കും ഫ്രണ്ട് ഡെസ്കിലേക്ക് ഹീറോയുടെ അളിയൻ വരുന്നത്. വൈകിയതിന് ഹീറോ കുറെ ശകാരിക്കുന്നുണ്ട്. നീ ഇമാതിരി കാണിച്ചുകൊണ്ടിരുന്നാൽ സൈമൺ നിന്നെ ജോലിയിൽ നിന്ന് തെറിപ്പിക്കും. പിന്നെ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ജഡ്ജിന്റെ സിഗരറ്റ് നീ കൊണ്ടുവന്നോ? മിസ് ജിന്നിനെ സ്വീകരിക്കാൻ ആരാ പോകുന്നു? മിസ് ജിൻ വരേണ്ട സമയമായി. അവരാരെങ്കിലും കണ്ടില്ലെങ്കിൽ ഉടനെ കംപ്ലൈന്റ് ചെയ്യും. നിനക്കത് കുഴപ്പമാണെന്ന് പറയുമ്പോൾ അളിയൻ പറയും, നീ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. മിസ് ജിന്നിന് വേണ്ടി ഞാൻ ചുവന്ന പൂക്കൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ചൈനീസ് ന്യൂ ഇയറാ, ഞാൻ വിഷു പറഞ്ഞോളാം. പിന്നെ സൈമൺ ഒന്നും ചോദിക്കില്ല. ഇപ്പൊ കണ്ടോന്ന് പറഞ്ഞിട്ട് ഹോളിഡേ കഴിഞ്ഞു വരുന്ന അവിടെ തന്നെ താമസിക്കുന്ന ഒരു റിച്ച് ലേഡിയുണ്ട്. പുള്ളിക്കാരി അപ്പാർട്ട്മെന്റിലേക്ക് കടന്നു വരികയായിരിക്കും. അപ്പൊ ഈ അളിയൻ ചെറുക്കന് ഓടിച്ചെന്ന് ഈ ചുവന്ന പൂക്കൾ കൊടുത്തിട്ട് ചൈനീസിൽ വിഷു പറയുന്നുണ്ട്. ആ ലേഡി ചിരിച്ചുകൊണ്ട് മാറിപ്പോവും. അപ്പൊ അളിയൻ, കണ്ടില്ലേ, ഞാനിപ്പോൾ എല്ലാ പ്രോബ്ലം സോൾവ് ആക്കി, ഇനി എന്നെക്കുറിച്ച് ആലോചിച്ച് നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, ഇത് പറഞ്ഞിട്ട് പോകുന്നു. അത് കഴിയുമ്പോൾ ഹീറോയെ ബോസ് വിളിക്കുന്നുണ്ട്. ഇതേ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഫിറ്റ്സോഗ് എന്ന ആൾക്ക് വലിയ കടബാധ്യതയായി. അതുകൊണ്ട് തന്നെ ബാങ്ക് അയാളുടെ അപ്പാർട്ട്മെന്റ് ജപ്തി ചെയ്യാൻ പോവാണ്. എന്നാൽ അയാൾ ആ അപ്പാർട്ട്മെന്റ് വിട്ടു പോകാൻ തയ്യാറായിട്ടില്ല. നാളെ ബാങ്കുകാർ വരും. അയാൾ ഇറക്കി വിട്ട് വലിയ സീനാക്കാതെ നൈസായി ചെന്ന് പറഞ്ഞ് പുള്ളി ഒഴിയിപ്പിക്ക്, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാന്നും പറഞ്ഞ് ബോസ് ഹീറോയെ ഫിറ്റ്സോഗിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പറഞ്ഞു വിടും. ഹീറോ ഫിറ്റ്സോഗിനെ ചെന്ന് കാണുന്നു. അങ്ങേരാണെങ്കിൽ തന്റെ കയ്യിലുള്ള പണമെല്ലാം ഏതോ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ കമ്പനി മൊത്തം നഷ്ടത്തിലായപ്പോൾ തന്റെ സ്വത്തെല്ലാം നഷ്ടപ്പെട്ട് വലിയ കടബാധ്യതയിലായി. വീട്ടിൽ ഫർണിച്ചറുകൾ പോലുമില്ല. ഭാര്യയും കുട്ടികളും അയാൾ വിട്ടുപോവുകയും ചെയ്തു. പുള്ളിക്കാരൻ വലിയ വിഷമത്തില്ല. അയാളുടെ സങ്കടങ്ങൾ പറയുമ്പോൾ ഹീറോ, സർ ദയവായി ക്ഷമിക്കണം, നാളെ ബാങ്കുകാർ വരുന്നുണ്ട്. അവർ വരുമ്പോഴും നിങ്ങളിവിടെ താമസിക്കുകയാണെങ്കിൽ അന്യന്റെ പ്രോപ്പർട്ടിയിൽ താമസിച്ചതുകൊണ്ട് നിങ്ങൾക്ക് മേൽ
കേസുണ്ടാകും. ദയവ് ചെയ്ത് ഒഴിഞ്ഞു തരണം, ബലം പ്രയോഗിക്കാൻ നിർബന്ധിക്കരുത് എന്ന് പറയും. അത് കേൾക്കുമ്പോൾ ആ ഫിറ്റ്സോക്ക്, സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങിയാൽ എങ്ങോട്ട് പോകണമെന്ന് പോലും എനിക്കറിയില്ല. കയ്യിലുണ്ടായിരുന്ന കാറ് പോലും ബാങ്കുകാരെടുത്തു. കയറി കിടക്കാൻ ഒരിടവില്ല. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഞാൻ പേടിച്ചിരിക്കുക. എനിക്കറിയില്ല. കുറച്ച് സമയം കൂടെ നിങ്ങൾ എങ്ങനെയെങ്കിലും എനിക്ക് തരാൻ പറ്റുമോ? അതേ എനിക്ക് ചോദിക്കാനുള്ളൂ. ഇത് കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് സങ്കടാവും. ഉടനെ ഇറക്കി വിടാതെ കുറച്ചുകൂടെ സമയം കൊടുക്കാൻ പറ്റുമോ എന്ന് ഹീറോ ആലോചിക്കും. അപ്പോഴാണ് നാളെ ബാങ്കുകാർ വരുന്ന അതേ സമയത്താണ് ലിഫ്റ്റിന്റെ പണി നടക്കുന്നത്. സോ ബാങ്കുകാർക്ക് ലിഫ്റ്റ് ഇല്ലാതെ ഇത്രയും പൊക്കത്തേക്ക് കയറി വരാൻ പറ്റില്ല. അവർ പോയി തിരിച്ച് മറ്റൊരു ദിവസം വരേണ്ടി വരും. ആ ചെറിയ ഗ്യാപ്പ് കൂടെ ഞാൻ നിങ്ങൾക്ക് തരാം. അതിനുള്ളിൽ കാര്യങ്ങൾ സെറ്റിലാക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് മാറിപ്പോവും. തിരിച്ച് താഴേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട വലിയ പണക്കാരനല്ലേ, അയാൾക്ക് ആ പുതിയ ഇന്ത്യൻ ലിഫ്റ്റ് ഓപ്പറേറ്ററെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവർ തമ്മിൽ പരസ്പരം എന്തൊക്കെയോ തമാശകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്കാരനെ നമ്മുടെ പണക്കാരൻ ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരൻ ഹീറോയോട് ഇയാൾ എത്രയും പെട്ടെന്ന് ജോലിക്കെടുത്തോളൂ, നമ്മുടെ ചെറുക്കനാ, വേണ്ട ജോലിയെല്ലാം ചെയ്തോളൂ, എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയും. സോ ഇത് കേട്ടിട്ട് ഹീറോ അയാളെ ജോലിക്കെടുക്കുന്നുണ്ട്. വൈകുന്നേരം തന്റെ ഷിഫ്റ്റ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ കൂടെ തന്നെ സെക്യൂരിറ്റി അപ്പൂപ്പനും ഉണ്ടാവും. ഇവര് രണ്ടുപേരുമാണ് ഒരുമിച്ച് എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് നടന്നു പോവാം. ഇപ്രാവശ്യം പോകുമ്പോൾ അപ്പൂപ്പൻ പറയും, ഇതാണ് എന്റെ അവസാനത്തെ വർഷം, ഈ വർഷത്തോടെ ഞാൻ ജോലി അവസാനിപ്പിക്കുക, എന്നിട്ട് സാന്റിയാഗോയിലേക്ക് തിരിച്ചു പോകും. എന്റെ പഴയ കൂട്ടുകാർക്കൊപ്പം മീൻപിടുത്തവും കൃഷിയൊക്കെ ആയിട്ട് സമാധാനത്തോടെ റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പോവാ. ഇനിയും അധ്വാനിക്കേണ്ട ആവശ്യമില്ലല്ലോ, കുറച്ചു കാലം മരിക്കുവോളം സന്തോഷമായിട്ട് സമാധാനമായിട്ട് കഴിഞ്ഞോളാം, അതാണ് എന്റെ തീരുമാനം. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യും ജോഷുവ എന്നങ്ങേര് ഹീറോയോട് പറയും. ഹീറോയും തിരിച്ച് ഞാൻ നിങ്ങളെയും ഒരുപാട് മിസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഈ അപ്പൂപ്പനും കൂടെ പോകുന്ന കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് വിഷമാവും. ഹീറോ ആണെങ്കിൽ കല്യാണം കഴിച്ചിട്ടില്ല, അധികം കൂട്ടുകാരൊന്നുമില്ല. ഈ ടവറിൽ വർക്ക് ചെയ്യുന്നവരാണ് ഹീറോയുടെ കൂട്ടുകാർ. വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങി പിറ്റേന്നും പതിവ് പോലെ കാലത്ത് ജോലിക്ക് പോകുമ്പോൾ ഈ അടുത്ത വീട്ടിലെ കള്ളൻ അവന്റെ പുതിയ കാമുകിയോട് വഴക്കിടുന്നതാണ് ഹീറോ കാണുക. അവരെ ഇഗ്നോർ ചെയ്തിട്ട് ഹീറോ ജോലിക്ക് പോകും. അപ്പാർട്ട്മെന്റിലെത്തി കുറച്ച് കഴിയുമ്പോഴാണ് ആ പണക്കാരന്റെ കാർ അവിടുന്ന് പോയിട്ടില്ല, പുള്ളിക്കാരൻ ഇന്ന് ഓഫീസിൽ പോയിട്ടില്ല എന്നുള്ളത് ഹീറോയ്ക്ക് മനസ്സിലാവുക. അതേ സമയത്ത് എതിർഭാഗത്ത് ഒരു ബ്ലാക്ക് സെഡാൻ നിപ്പുണ്ട്. അത് കാലത്ത് മുതൽ അവിടെ തന്നെ നിൽക്കുന്നത്. സംശയാസ്പദമായിട്ടാണ് അത് അവിടെ നിൽക്കുന്നത്, പാർക്കിംഗ് ഒന്നുമില്ലാതെ. കുറച്ചു കഴിയുമ്പോൾ ഈ കാറിനകത്ത് നിന്ന് അരയിൽ തോക്കുമായി 4 പേര് ഇറങ്ങി വരുന്നുണ്ട്. അപ്പാർട്ട്മെന്റിലേക്ക് കൊള്ളയടിക്കാൻ ഇവർ കയറുവാണോ എന്ന് ഹീറോയ്ക്ക് സംശയം. ഉടനെ തന്നെ ഹീറോ സെക്യൂരിറ്റി അപ്പൂപ്പനോട് മെയിൻ ഡോർ ലോക്ക് ചെയ്ത് ലോബിയിൽ എല്ലാവരും ക്ലിയർ ചെയ്യാൻ പറയും. എന്നിട്ട് പോലീസിനെ വിളിക്കാൻ വേണ്ടി സെക്യൂരിറ്റി മുറിയിലേക്ക് ഓടി വരാണ്. അതിനു മുൻപേ ഇവരെന്തെങ്കിലും അപകടം കാണിക്കുന്നുണ്ടോന്ന് അറിയണമല്ലോ. CCTV ചെക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ട് ഡോറിന് മുന്നിലായിട്ട് ഇവരെ കാണുന്നില്ല. ലോണ്ടറി ഭാഗത്തേക്ക് നോക്കാന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവിടെ ഒരു പിക്കപ്പ് വാൻ നിൽപ്പുണ്ടാവും. അതിനകത്തേക്ക് ഈ 4 പേരും ആ പണക്കാരൻ ഡാഡിയെ പിടിച്ച് വലിച്ചു കയറ്റുന്നതാണ് ഇവർ കാണുക. സോ ഇതൊരു കൊള്ളയല്ല, കിഡ്നാപ്പിംഗ് ആണെന്ന് മനസ്സിലാക്കിയ ഉടനെ ഹീറോ എമർജൻസിക്ക് വിളിക്കാൻ പറയും. എന്നിട്ട് ആ പിക്കപ്പിന് പുറകെ ഓടിച്ചെല്ലാണ്. ജീവൻ കൊടുത്തവരെ പിടിക്കാൻ വേണ്ടി അമിത വേഗത്തിൽ ഹീറോ ഓടിക്കൊണ്ടിരിക്കുക തെരുവിലൂടെ. ഇങ്ങനെ ഓടിപ്പോകുമ്പോഴാണ് ഏതോ ഒരു സ്ത്രീ ഹീറോയെ കൈകൊണ്ട് തടഞ്ഞു വീഴ്ത്തുന്നു. ആ പിക്കപ്പ് വാൻ ആവട്ടെ ഓടിക്കുന്ന ആള് വെട്ടിത്തിരിക്കവേ നടു റോഡിൽ മറിഞ്ഞു വീഴും. ഉടനെ ചുറ്റും FBI പോലീസുകാർ ആ വാനിനെ മറച്ചു പിടിച്ചിട്ട് അതിനകത്തുണ്ടായിരുന്ന നമ്മുടെ പണക്കാരൻ ഡാഡിയെ അറസ്റ്റ് ചെയ്യാണ്. ഇത് കണ്ട ഉടനെ ഹീറോ, നിങ്ങൾ ആരെയാണ് ഈ അറസ്റ്റ് ചെയ്യുന്നത്? അദ്ദേഹം വിക്റ്റിമാണ്, പുള്ളിയാണ് ഇവരൊക്കെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കിയത്, ഞാനാണ് പോലീസിനെ വിളിച്ചതെന്ന് പറയും. അത് കേൾക്കുമ്പോൾ FBI ക്യാപ്റ്റനായ ആ ലേഡി ആയിരുന്നു ഹീറോയെ കൈകൊണ്ട് തട്ടി വീഴ്ത്തിയത്. ആ ലേഡി പറയും, ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കിഡ്നാപ്പിംഗ് അല്ല, ഇയാൾ ഒളിച്ചോടാൻ ശ്രമിച്ചതാ. ഇയാളെ കമ്പനിക്കെതിരെ ഫ്രോഡ് കേസ് ഫയലായിട്ടുണ്ട്. ഒരുപാട് കോടികൾക്ക് ഇയാൾ സമാധാനം പറയേണ്ടി വരും. അതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ടാണ് ഈ കിഡ്നാപ്പിംഗ് സെറ്റപ്പ് ഉണ്ടാക്കിയത്. ഇത് കേട്ട് ഹീറോ ഷോക്കായി നിൽക്കവേ ആ ബിസിനസ്സുകാരൻ, ജോഷ് ഒരു കാര്യം ചെയ്യൂ, ഞാൻ ഹീറ്റർ ഓൺ ആക്കിയിട്ടുണ്ട്, അതൊന്ന് ഓഫാക്കിയിട്ട് ആ പൂളും കൂടെ ഒന്ന് കവർ ചെയ്തിടണം, ഞാൻ എന്തായാലും തിരിച്ചു വരുമെന്ന് പറഞ്ഞ് അയാൾ ജയിലിലേക്ക് പോകുന്നു. അന്ന് വൈകിട്ട് ഇയാൾ എത്ര ആൾക്കാരെ പറ്റിച്ചു, എത്ര കോടിയോളം ഇൻവെസ്റ്റ് മണി അടിച്ചെടുത്തു എന്നുള്ള ന്യൂസൊക്കെ TV-യിൽ ഓടുന്നുണ്ടാവും. ഹീറോ ആണെങ്കിൽ അയാളുടെ പൂളൊക്കെ കവർ ചെയ്ത് വെക്കുകയാണ്. അത് കഴിഞ്ഞ് സ്റ്റാഫ് മെമ്പർമാരെല്ലാം വിളിച്ചിട്ട് മിസ്റ്റർ ഷോ ഒരു കുറ്റക്കാരനാണെന്ന് നാട്ടുകാരും മീഡിയയും പറയുന്നുണ്ട്. എന്നാൽ നമ്മളത് വിശ്വസിക്കണം എന്നില്ല. കോടതി കുറ്റക്കാരനാണെന്ന് പറഞ്ഞാൽ മാത്രമേ ഒരാൾ കുറ്റക്കാരനാവുള്ളൂ. അതുവരെ അയാൾ നല്ലവനാണെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇത് കേട്ട സ്റ്റാഫുമാർ ചോദിക്കും, അങ്ങേര് നല്ലവനായാൽ എന്ത് അല്ലെങ്കിൽ എന്ത്, നമുക്ക് നമ്മുടെ ജോലി ചെയ്യേണ്ട ആവശ്യമല്ലേ ഉള്ളൂ, ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ ഞങ്ങളോട് പറയണമെന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോൾ ഹീറോ, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാനും മിസ്റ്റർ ഷോയും തമ്മിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ എല്ലാം പെൻഷൻ പണത്തെ പറ്റിയായിരുന്നു ഞങ്ങൾ സംസാരിച്ചിരുന്നത്. പുള്ളിക്കാരൻ അത് 3 മടങ്ങാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും നിങ്ങളുടെ നല്ലതിനു വേണ്ടി ആ പെൻഷൻ പണമെല്ലാം തന്നെ പുള്ളിയുടെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പൊ പോലീസ് പറയുന്നു അയാളുടെ കമ്പനിയിൽ ഒരു ചില്ലി കാശ് പോലും ഇല്ലെന്നാണ്. എന്ന് വെച്ചാൽ നമ്മുടെ പണം എല്ലാം പോയി എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അത് കേട്ട് നിങ്ങൾ പേടിക്കണ്ട, സത്യം പുറത്തു വരുമല്ലോ, നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം. അങ്ങേര് പുറത്തു വരുമ്പോൾ ചോദിക്കാം, നമ്മുടെ പണം എവിടെയും പോയിട്ടുണ്ടാവില്ല. ഇത് കേൾക്കുമ്പോൾ ആ ഇന്ത്യക്കാരൻ പറയും, എവിടെയും പോയിട്ടുണ്ടാവില്ല എന്നെങ്ങനെ നിങ്ങൾ പറയുക? പോലീസ് അയാളുടെ അക്കൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ 60 രൂപ എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ശരിക്കും അയാൾ എല്ലാവരെയും പറ്റിച്ചല്ലേ? ഇത് കേട്ടിട്ട് ഹീറോയ്ക്ക് എന്താ മറുപടി പറയേണ്ടതെന്നറിയില്ല. ഹീറോ, എല്ലാവരും എന്നോട് ക്ഷമിക്കൂ, നിങ്ങളുടെ പണം എവിടെയും പോവില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം, ഇന്ന് നിങ്ങൾ സമാധാനമായിട്ട് തിരിച്ചു പോകും,
നാളെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാന്ന് പറയും. അത് കേൾക്കുമ്പോൾ ക്ലീനിങ് ലേഡി പരിഹാരമൊക്കെ ഉണ്ടാക്കുന്ന വരട്ടെ, എന്റെ പണം 3 ഇരട്ടി ആക്കണമെന്ന് ഞാൻ ആരോടും അവകാശപ്പെട്ടിട്ടില്ല. അതിൽ തൊടാനുള്ള അധികാരം ആർക്കും ഇല്ലായിരുന്നു. എന്നിട്ടും നിങ്ങളത് ചെയ്തു. ഇതത്ര ശരിയല്ല എന്നും പറഞ്ഞ് എല്ലാവരോടൊന്ന് മാറിപ്പോ. എല്ലാവർക്കും ഹീറോയോട് ദേഷ്യമായി. എന്നാൽ ആ പണക്കാരൻ പിറ്റേന്ന് തന്നെ ജാമ്യത്തിൽ പുറത്തു വരുന്നുണ്ട്. കേസ് വലിയ കേസാണ്. ആ കേസ് നടക്കുന്നുണ്ടെങ്കിലും $10 മില്യൺ കെട്ടിവെച്ചിട്ട് അയാൾ ജാമ്യത്തിൽ പുറത്തു വരുന്നു. എന്നാൽ ഈ ജാമ്യത്തിനൊരു കണ്ടീഷനുണ്ട്. ഹൗസ് അറസ്റ്റ് ആയിരിക്കും. ജയിലിൽ കിടക്കണ്ട, അയാളുടെ വീട്ടിൽ തന്നെ അറസ്റ്റ് ചെയ്ത ആൾക്കാർ വെക്കും. പുറത്തു പോകാൻ പാടില്ല. ഇതാണ് അസൈൻമെന്റ്. അയാളെ കേസ് നോക്കുന്നതാവട്ടെ നമ്മൾ നേരത്തെ കണ്ട ആ FBI ലേഡിയാണ്. അവര് പറയും ഒരു വിസിറ്റേഴ്സും അലോഡല്ല, വക്കീലല്ലാതെ. വീട്ടിൽ നിന്ന് പുറത്തും പോകാൻ പാടില്ല, അകത്തും വരാൻ പാടില്ല. ഈ അപ്പാർട്ട്മെന്റിലുള്ളവർ മാത്രം ഫുഡ് വേണമെങ്കിൽ സപ്ലൈ ചെയ്യാം. 2 പോലീസുകാര് എപ്പോഴും ഇയാളെ വീടിന് മുന്നിൽ കാവലിനുണ്ടാവും. ഇതൊക്കെ പുള്ളിക്കാരി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പണക്കാരന്റെ വീടിനകത്ത് ഒരു പഴയ വിന്റേജ് കാർ നിൽക്കുന്നത് കാണാം. ഫെറാറിയുടെ പഴയൊരു റേസിംഗ് കാർ. അത് പണ്ടത്തൊരു റേസറുടെ കയ്യിലുണ്ടായിരുന്ന മോഹവില കൊടുത്ത് ഞാൻ വാങ്ങിച്ചാണെന്നും ഓരോ പാർട്സായി മുകളിലേക്ക് കൊണ്ടുവന്ന് പിന്നീട് ഈ വീടിനകത്ത് വെച്ച് അസംബിൾ ചെയ്താണെന്നും ആ പണക്കാരൻ പറയും. ഇത് കേട്ട പോലീസുകാരി എന്തൊക്കെ ചെയ്തിട്ടെന്താ, ബാങ്ക് ജപ്തി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ കാറും പോകുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് ബിസിനസ്സുകാരൻ ഇനിയും ഞാൻ കുറ്റവാളിയാണെന്ന് കോടതി വിധിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് കാത്തിരിക്കൂ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് തന്നെയായിരിക്കും നീതി കിട്ടുക എന്നയാൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ ഹീറോയോട്, ജോഷുവ എന്റെ ഫുഡൊക്കെ നീ തന്നെ കൈകാര്യം ചെയ്യാൻ നോക്ക്. കാരണം ചിലപ്പോൾ ഈ കെട്ടിടത്തിലുള്ളവർക്കും എന്നോട് ദേഷ്യം കാണും. അവരെങ്ങാനും എൻ്റെ ഭക്ഷണത്തിൽ തുപ്പിയാലോ, അങ്ങനെ വരാതിരിക്കാൻ നീ തന്നെ കൈകാര്യം ചെയ്യുന്നു പറയും. എന്നിട്ട് ടിപ്പും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഹീറോ, സാർ ഈ അപ്പാർട്ട്മെന്റിൽ നമ്മൾ ടിപ്പ് വാങ്ങിക്കാറില്ല, അത് നിങ്ങൾക്കറിയാലോ, ഫുഡിൽ കുഴപ്പമൊന്നുമില്ലാതെ ഞാൻ തന്നെ ഡെലിവറി ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഹീറോ ഇറങ്ങി വരും. ലിഫ്റ്റിൽ താഴേക്ക് വരുമ്പോൾ ഈ പോലീസുകാരിയും കൂടെ തന്നെ വരുന്നുണ്ട്. അവര് ഹീറോയോട് പറയും, അയാൾ നിങ്ങളെല്ലാവരെയും പറ്റിച്ചല്ലേ, എന്നിട്ടും താൻ എന്തിനാ അയാളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു? 2 വാക്ക് പറയാൻ പോലും തനിക്ക് ധൈര്യമില്ല, അത്രയ്ക്കും ഭീരുവാണ് താൻ. ഇത് കേൾക്കുമ്പോൾ ഹീറോ, ഞാൻ ഈ ബിൽഡിംഗ് മാനേജറാ, എന്റെ ഇമോഷൻസ് വെച്ചിട്ടല്ല ഞാൻ പെരുമാറേണ്ടത്. ഇവിടുത്തെ അന്തേവാസികൾക്ക് സേവനം നൽകുക എന്നുള്ളതാണ് എന്റെ ജോലി, ഞാൻ അത് ചെയ്തോട്ടെ, എന്നെ നിങ്ങൾ ശല്യപ്പെടുത്താതെ. ഇത് കേൾക്കുമ്പോൾ പോലീസുകാരി, താൻ ഓസ്റ്റോറിയെന്നല്ലേ വരുന്നത്, ആ തെരുവിൽ ആമ്പിള്ളേർക്കൊന്നും നട്ടെല്ലിന് ബലമുള്ളതായിട്ട് കേട്ടിട്ടില്ല. ഹീറോയുടെ സ്ലാങ് വെച്ചിട്ടാണ് ഹീറോ ഏത് സ്ഥലത്തു നിന്നാണ് പുള്ളിക്കാരി കണ്ടുപിടിച്ചത്. ഇത് കേട്ട് ഹീറോ പറയും, താൻ വരുന്നത് ഫോറസ്റ്റ് ഹില്ലെന്നല്ലേ, അവിടുത്തെ പെണ്ണുങ്ങൾ പോലീസ് ചേരല്ല ചെയ്യുക, പോലീസ് പിടിച്ചോണ്ട് പോവുക ചെയ്യുക, അതിലും ഭേദമാണ് എന്റെ നാടെന്ന്. അപ്പൊ തന്നെ പോലീസുകാരി നമ്മുടെ ഹീറോയെ ഒന്ന് നോട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവര് ഗാർബേജ് ചെക്ക് ചെയ്യാൻ പോവാ. ഇയാള്, അതായത് ഈ ബിസിനസ്സുകാരൻ, എവിടെയോ പണം ഒളിച്ചു വെച്ചിട്ടുണ്ട്, അടിച്ചു മാറ്റിയ പണം. അതിന്റെ വിവരങ്ങൾ എന്തെങ്കിലും ഈ ഗാർബേജിലുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആ സമയത്ത് ഹീറോ ചോദിക്കും, എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്, അയാളെ കയ്യിലുള്ള പണം എപ്പോഴായിരിക്കും പോലീസുകാർ തിരിച്ചു പിടിക്കുന്നത്, അതറിയാൻ വല്ല മാർഗമുണ്ടോ? ഇത് കേട്ട് പോലീസുകാർ പറയും, പോലീസ് വിഷയങ്ങളൊന്നും സാധാരണക്കാരോട് സംസാരിക്കാൻ പറ്റില്ലെന്ന്. അതിന് ഹീറോ, എന്റെ സ്റ്റാഫിന്റെ പണം കൂടെ പോയിട്ടുണ്ട്, ഞാനാണ് അവർക്ക് മറുപടി പറയേണ്ടത്, ആ വിഷമം കൊണ്ട് ചോദിച്ചാണെന്ന് പറയും. അപ്പൊ പോലീസുകാരി അവരോട് പറഞ്ഞേക്കോ അയാൾ പണം തട്ടിയെടുത്തെന്ന്, ബാങ്കിന് പോലും കിട്ടാനുള്ളത് കിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഇൻവെസ്റ്റേഴ്സിന് കിട്ടുക, നിങ്ങളത് മനസ്സിലാക്കണം എന്ന് പറയും പോലീസുകാരി. ഈ പോലീസുകാരുടെ കണ്ണിനൊരു പ്രത്യേകതയുണ്ടല്ലേ, എന്തിലാവട്ടെ. ഇപ്പോൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് ഹീറോ തിരിച്ചു വരുമ്പോൾ ആ അയൽവാസിയായ കള്ളനെ പോലീസുകാർ പിടിച്ചോണ്ട് പോവാണ്. ഞാനൊന്നും കണ്ടിട്ടില്ലേ എന്നുള്ള മട്ടില് ഹീറോ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകും. അന്ന് വൈകുന്നേരം നമ്മുടെ സെക്യൂരിറ്റി മുത്തശ്ശനില്ലേ, പുള്ളിക്കാരൻ വലിയ വിഷമത്തിലാ. അങ്ങേര് ട്രെയിൻ കയറാൻ നിൽക്കുന്ന സമയം ട്രെയിനിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കും. ഭാഗ്യത്തിനാണ് പോലീസുകാർ പിടിച്ചോണ്ട് വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കുന്നത്. ഫോൺ കോൾ ലഭിച്ച ഉടനെ ഹീറോ ആശുപത്രി ചെന്ന് അങ്ങേരെ കാണും. നിങ്ങൾ ഇവിടെ വന്ന് കിടക്കുക, എനിക്ക് അവിടെ ജോലിക്ക് ആളാവശ്യമുണ്ട്, എത്രയും പെട്ടെന്ന് തിരിച്ചുവായോ, ഞാൻ ഡോക്ടറോട് വേണമെങ്കിൽ പറയാം പുറകിൽ നിന്ന് ആരെങ്കിലും തള്ളിയിട്ടതാണെന്ന്. പോലീസുകാർ തെറ്റിദ്ധരിച്ചാണെന്ന് പറയാം, എനിക്കറിയാം അങ്ങനെ ആയിരിക്കുള്ളൂ എന്ന്. തിരിച്ചുവായോ, നമുക്ക് പോണെന്ന് പറയുമ്പോൾ അപ്പൂപ്പൻ പറയാണ്, ജോഷ്, എന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ പണവും ഞാൻ അയാൾക്ക് കൊടുത്തു. പെൻഷൻ മാത്രമല്ല പോയത്, എന്റെ കയ്യിലുണ്ടായിരുന്ന സേവിങ്സ് എല്ലാം 3 ഇരട്ടി ആക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയാൾക്ക് കൊടുത്തിരുന്നു. ഇനിയിപ്പോൾ എന്റെ കയ്യിൽ ഒന്നുമില്ല. $73,000 ഞാൻ കൊടുത്തത്. ഞാൻ ഇനി എങ്ങനെ എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകും? ചില്ലിക്കാശ് കയ്യിലില്ലാതെ എനിക്കിനി അധ്വാനിക്കാനും പറ്റില്ലല്ലോ. ഞാൻ എങ്ങനെ ജീവിക്കും? ഞാൻ സ്വപ്നം കണ്ട റിട്ടയർമെന്റ് ജീവിതം ഒന്നുമില്ല, എനിക്ക് വീട് പോലുമില്ല, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇത് കേട്ട് ഹീറോ പറയും, അയാൾ നിങ്ങളെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ എല്ലാ പണവും നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കും, ഉറപ്പായിട്ടും ലഭിക്കും, ഞാൻ സത്യം ചെയ്യുന്നു, പേടിക്കണ്ടെന്നും പറഞ്ഞിട്ട് ഹീറോ നേരെ ഈ ബിസിനസ്സുകാരനെ കാണാൻ ചെല്ലാണ്. കൂടെ തന്നെ നമ്മുടെ ഇന്ത്യക്കാരനും അളിയനും ഉണ്ട്. അവര് പോകല്ലേ അയാളെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ടാണ് കൂടെ പോകുന്നത്. ഈ പണക്കാരന്റെ മുറിയിലേക്ക് എൻ്റർ ആവണമെങ്കിൽ അവിടെ 2 പോലീസുകാരുണ്ട്, അവരോട് പെർമിഷൻ ചോദിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ എടുക്കാനാണെന്നും പറഞ്ഞിട്ട് ഇവരകത്തേക്ക് കയറും. നേരെ ഹീറോ ചെന്ന് തന്റെ ലേബർ ഡേ പാർട്ടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, അടിച്ചുപൊളിയായിരുന്നല്ലോ, എല്ലാവരും ഒരുമിച്ച് പറ്റിച്ചിട്ട് അവർക്ക് പാർട്ടിയും കൊടുത്തിട്ട് താൻ എസ്കേപ്പ് ആവാൻ ശ്രമിച്ച. പക്ഷെ എല്ലാവരെയും വിട്ടേക്ക് ആ അപ്പൂപ്പൻ, 70 വയസ്സായ അപ്പൂപ്പൻ, അയാൾ തന്നോട് എന്ത് പാവ ചെയ്ത്? അയാളെ പണം തട്ടിയെടുക്കാൻ തനിക്ക് എങ്ങനെ മനസ്സ് വന്നടോ? മനസാക്ഷിയില്ലേ? ഇത് കേട്ട ബിസിനസ്സുകാരൻ പറയും, ഞാനൊന്നും അയാളെ നിർബന്ധിച്ചിട്ടില്ല, പണം ഇരട്ടിയാവെന്ന് വിചാരിച്ചിട്ട് അയാൾ പണം തന്നു,
ഇൻവെസ്റ്റ്മെന്റിൽ പണമൊക്കെ ചിലപ്പോൾ പോകും, അതൊരു സാധാരണ വിഷയം, എല്ലാവർക്കും സംഭവിക്കുന്ന. അതിന് നീ ഇത്ര കാര്യാക്കേണ്ടതില്ല എന്ന് പറയാണ് ബിസിനസ്സുകാരൻ. ഇത് കേട്ട ഹീറോ ദേഷ്യപ്പെട്ടിട്ട് എന്നാ താൻ പൊന്നുപോലെ സൂക്ഷിക്കുന്ന ഈ കാറ് പൊട്ടിയാലും താൻ കാര്യാക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ അയാൾ താലോലിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന ആ കാറിനെ തല്ലി പൊട്ടിക്കുകയാണ്. അപ്പൂപ്പന്റെ പണം നഷ്ടപ്പെട്ടതിനെല്ലാം താനാണ് ഉത്തരവാദി എന്ന് പറഞ്ഞിട്ട്. കാരണം അറിഞ്ഞുകൊണ്ട് ഇയാൾ എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു. വണ്ടിയും തല്ലി പൊളിച്ചു പോകുന്ന ഹീറോയുടെ അടുത്ത് ബിസിനസ്സുകാരൻ അഹങ്കാരത്തോടെ പറയും, നീ എല്ലാം ചെയ്തെങ്കിലും നിന്റെ കടമ ചെയ്തിട്ടില്ല, എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ അതെടുത്തിട്ട് പോന്ന് പറയാണ്. ഹീറോ ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോകും. അത് കഴിഞ്ഞ ഉടനെ ബോസ് ഹീറോയെയും അളിയനെയും ഇന്ത്യക്കാരനെയും വിളിച്ചിട്ട് പണക്കാരന്റെ കാറ് തല്ലിപ്പൊളിച്ചതിന് അയാൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്തേവാസികളെ ആക്രമിച്ച കുറ്റത്തിന് ഇനിയും നിങ്ങളിവിടെ ജോലിക്ക് വെക്കാൻ പറ്റില്ല, അത് കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ 3 പേരെയും ഞാൻ ജോലിയിൽ നിന്ന് പുറത്താക്കാണ്, പെട്ടിയെടുത്ത് നിങ്ങൾ വീട്ടിലേക്ക് പൊക്കോന്ന് പറയും ബോസ്. ഇതിൽ അളിയനാണെങ്കിൽ എന്റെ ഭാര്യ ഗർഭിണിയാ, ദയവ് ചെയ്ത് എന്നെ പറഞ്ഞു വിടല്ലേ എന്ന് പറഞ്ഞ് കെഞ്ചുന്നുണ്ട്. എന്നാലും ബോസ് കേൾക്കില്ല. അങ്ങനെ ഇവരെല്ലാം ജോലിയിൽ നിന്ന് പുറത്താക്കുന്നു. ഹീറോയെ പുറത്താക്കിയത് സ്റ്റാഫുമാർക്കെല്ലാം വലിയ വിഷമാവും. അവരൊരു കുടുംബം പോലെ കഴിഞ്ഞല്ലേ. എല്ലാവരും ഹീറോയ്ക്ക് ബൈ പറയുന്നുണ്ട്. ആ സമയത്തും ജോലിയെല്ലാം വൃത്തിയായിട്ട് ചെയ്യണേ, ഇനി ഇവിടെ കാത്തിരിക്കണ്ട, എല്ലാവരും ചെന്ന് ജോലി ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഹീറോ ഇറങ്ങിപ്പോകുന്നത്. ഇത് കഴിയുമ്പോൾ അളിയനാണെങ്കിൽ ചെയ്തെന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി, താൻ എനിക്ക് ഈ ജോലി വാങ്ങിച്ചെന്നു പറഞ്ഞിട്ട് എന്നോട് ഒരുപാട് അധികാരം കാണിച്ചിരുന്നു, എന്നെ പുച്ഛിച്ചിരുന്നു, ഇപ്പൊ സമാധാനമായല്ലോ. ഇത് കേട്ട് ഹീറോ പറയും, നിനക്ക് ആ ജോലി ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലായിരുന്നു, അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്, എന്നിട്ടും നിന്നെ ഇവിടെ നിൽക്കാൻ ഞാൻ അനുവദിച്ചില്ലേ. അതിന് അളിയൻ, ആർക്കാ കപ്പാസിറ്റി ഇല്ലാന്ന് പറയുന്നു? മിസസ് ജിന്നിനെ ഈ വർഷം ചിരിപ്പിച്ചത് ഞാൻ മാത്രമാണ്, അങ്ങനെ ഓരോരുത്തരെയും ഞാൻ രസിപ്പിക്കുന്നില്ലേ, അതാണോ കപ്പാസിറ്റി കുറവ്? അത് കേട്ട് ഹീറോ പറയും, മിസസ് ജിൻ കൊറിയനാ, നീ അവരുടെ അടുത്താണ് ചൈനീസിൽ വിഷു പറയാൻ പോയത്. അത് കേട്ടിട്ട് അവർ ചിരിച്ചത്, അല്ലാതെ നിന്റെ ഗുഡ് മോർണിംഗ് കേട്ടിട്ടല്ല. ഇത്രയും കാലമായിട്ട് അവരേത് മൊഴിക്കാരിയാണെന്ന് പോലും നിനക്ക് അറിയാൻ പാടില്ല, ഒരു കോമാളിയാണെന്ന് വിചാരിച്ചിട്ടാ ചിരിച്ച അവർ, അതാണോ നിന്റെ ക്വാളിറ്റി? അതിന് അളിയൻ പറയും, അങ്ങനെയാണെങ്കിലും വിചാരിച്ച് ചിരിച്ചല്ലോ, എന്തായാലും ഇപ്പൊ നിനക്ക് സമാധാനമായില്ലേ, എന്റെ ജോലി പോയി, ഇനിയിപ്പോ ഞാൻ വല്ല കടയിലും സോപ്പ് വിറ്റ് ജീവിച്ചോളാം, എന്റെ കുഞ്ഞിനെ വളർത്തണമല്ലോ, ഇനി എന്നെ കാണണ്ടെന്നും പറഞ്ഞ് അളിയൻ ഇറങ്ങിപ്പോവുക. അന്ന് വൈകിട്ട് ഹീറോ ആ പോലീസുകാരിയെ വിളിച്ചു വരുത്തുന്നുണ്ട്. എനിക്ക് നിങ്ങൾക്കൊരു സാധനം തരാനുണ്ടെന്നും പറഞ്ഞ്. ഈ ബിസിനസ്സുകാരന്റെ 10 വർഷത്തിനുള്ളിൽ നടന്ന യാത്രകളും കൂടിക്കാഴ്ചകളും മറ്റ് ബിസിനസ്മാൻമാരുടെ വിസിറ്റിങ്ങും ഇതിനെപ്പറ്റിയൊക്കെയുള്ള റെക്കോർഡാണത്. അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോ പോലീസുകാരെ വിളിച്ചു വരുത്തിയത്. അതിൽ നിന്ന് എന്തെങ്കിലും പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാലോ. എന്നാൽ പോലീസുകാർ പറയും, ഈ വിവരങ്ങളെല്ലാം ഓൾറെഡി പോലീസുകാരുടെ തന്നെ ഉണ്ട്, അയാൾ ആ പണം എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് മാത്രമേ അറിയാത്തുള്ളൂ, അതുകൊണ്ട് ഇൻഫർമേഷൻ കൊണ്ടൊന്നും കാര്യമില്ല എന്ന് ആ ലേഡി പറയും. അപ്പൊ ഹീറോ, സോറി, ഞാനൊരു ശ്രമം നടത്തിയതാ, പരാജയപ്പെട്ടു പോയി, കുഴപ്പമില്ല, വേറെന്തെങ്കിലും വഴി കാണുന്നു പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ നിൽക്കും. അപ്പൊ പോലീസുകാരി, കുഴപ്പമില്ല, നിങ്ങൾ എന്തായാലും ശ്രമിച്ചല്ലോ, ഇതുവരെ വന്നിട്ട് ഒന്നും കഴിക്കാതെ പോയാലോ, നമുക്ക് ഓരോ ഡ്രിങ്ക്സ് കഴിച്ചിട്ട് പോകാമെന്നും പറഞ്ഞ് ഹീറോയെ വിളിച്ചിരുത്തി 2 പേരും ഡ്രിങ്ക്സ് കഴിക്കാൻ തുടങ്ങും. കുറച്ചൊക്കെ അടിച്ച് വിറ്റാവുമ്പോൾ ഹീറോയും പറയാണ്, താൻ ആ പണക്കാരന്റെ വണ്ടി പിടിക്കാൻ വേണ്ടി ഓടിയില്ലേ, അത് കണ്ട് ഞാൻ ഇംപ്രസ്സായി, അത് അമ്മാതിരി ഒരു ഓട്ടോ ആയിരുന്നു, താൻ ഇത്രയും ആത്മാർത്ഥത ഉള്ളവനാണെന്ന് ഞാൻ അറിഞ്ഞില്ല, അപ്പൊ തന്നെ തന്റെ മുഴുവൻ വിവരങ്ങളും ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വളരെ നല്ലൊരു മനുഷ്യനാണ് താൻ, അതുകൊണ്ട് മാത്രം ഞാനൊരു കാര്യം പറയാം. 3 മാസം മുന്നേ ഈ ബിസിനസ്സുകാരൻ ഷോ അയാളുടെ ബാങ്കിലുണ്ടായിരുന്ന 20 മില്യൺ വിഡ്രോ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതെന്തായാലും സിറ്റി വിട്ടു പോയിട്ടില്ല, അയാൾ എവിടെയോ ഒളിച്ചു വെച്ചിരിക്കുക. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാം. ഒരുപക്ഷെ തനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ആൾക്കാർ ചെയ്യുന്നത് പോലെ 2 പിച്ചാത്തിയെടുത്ത് 4 ആൾക്കാരുമായിട്ട് അയാളുടെ വീട്ടിലേക്ക് കയറി ചെന്ന് ആ പണം കൊള്ളയടിച്ചാൽ മതി, ആരും ചോദിക്കാൻ പോകുന്നില്ല. എന്റെ പണമാണ് അയാൾ കൊള്ളയടിച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ആലോചിച്ചേനെ. പോലീസുകാർ ഫിറ്റിലിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുക, എന്നാൽ ഹീറോ ആ കാര്യങ്ങളെല്ലാം സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. വർത്താനമൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോവാണ്, വണ്ടി ഓടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു ക്രാബിൽ പോവാന്ന് പറയും ലേഡി. ക്യാബിനെയാണ് ക്രാബ് എന്ന് പറയുന്നത്. എന്തായാലും ആടി ആടി പോലീസുകാരി അവിടുന്ന് പോയി. ഇതെല്ലാം മനസ്സിൽ വാങ്ങിയ ഹീറോ പിറ്റേന്ന് അപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുന്നു. പഴയ സെക്യൂരിറ്റിക്കാരന് ഹായൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ചില സാധനങ്ങൾ എന്റെ മുറിയിൽ നിന്ന് എടുക്കണം എന്ന് പറയും. പക്ഷെ സെക്യൂരിറ്റിക്കാരൻ ഹീറോയെ അകത്തേക്ക് കയറ്റി വിടുന്നില്ല. അപ്പൊ ഹീറോ ആ സെക്യൂരിറ്റിക്കാരനും ഒരു ആന്റിയും തമ്മിൽ ബന്ധമുണ്ട്, അത് ഞാൻ ബോസിനോട് പറയും, പറയാണ്ടിരിക്കണമെങ്കിൽ ഒരു 2 മിനിറ്റ് താന്നും പറഞ്ഞ് ആ 2 മിനിറ്റും വാങ്ങിയിട്ട് നേരെ ഓഫീസിൽ ചെന്ന് ഈ പണക്കാരന്റെ എന്തോ ഒരു ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഇന്ത്യക്കാരൻ ലിഫ്റ്റ് ഓപ്പറേറ്റർ ചെന്ന് കാണുന്നു. പാവം ഇന്ത്യക്കാരൻ ഇപ്പൊ ഒരു ബർഗർ കടയിലാണ് നിൽക്കുന്നത്. ജോലി നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ പകല് ഞാൻ ജോലി ചെയ്യും, രാത്രിയൊക്കെ ഒരു മൂലയ്ക്ക് ഇരുന്ന് കരയും, എന്തായാലും രസമുണ്ടെന്ന് പറയും. എന്ന വായോ എന്റെ കൂടെ എന്ന് പറഞ്ഞ് അയാളെ വിളിച്ചുകൊണ്ട് പോകുന്നു. അത് കഴിഞ്ഞ് വീട് ജപ്തിയായി പോയില്ലേ ആ ഇൻവെസ്റ്റർ, അയാളൊരു ലോഡ്ജിൽ നിന്ന് ഹീറോ പിടിച്ചോണ്ട് വരുന്നുണ്ട്. പിന്നെ അളിയൻ മാളിൽ നമ്മുടെ പൃഥ്വിരാജ് ചെയ്ത പോലത്തെ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്ന് അളിയനെയും വിളിച്ചോണ്ട് വരും. എല്ലാവരെയും തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ 20 മില്യൺ പണം ഷോന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റുന്ന കാര്യം അവരോട് പറയുക. അതായത് അപ്പാർട്ട്മെന്റിൽ തന്നെ ഉണ്ടെന്നുള്ള കാര്യവും പറയും. അപ്പൊ അളിയൻ ചോദിക്കുകയാണ്, ഈ നാട്ടിലെ തന്നെ ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ഉള്ള അപ്പാർട്ട്മെന്റിൽ 2 പോലീസുകാർ കാവൽ നിൽക്കുന്ന ഫ്ളാറ്റിനകത്ത് നിന്നും ഈ പണം അടിച്ചു മാറ്റാന്നുള്ള കാര്യമാണ് താൻ പറയുന്നത്.
ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. അതേസമയം ഇവരെ കൂടെ കൂടിയ ആ താമസക്കാരൻ ഇൻവെസ്റ്റർ ഇല്ലേ, അയാൾ ചോദിക്കും, ഇനിയിപ്പോ കൊള്ള നടത്തുക തന്നെ വെക്കേ, ആ വീടിനകത്ത് ഈ പണം മറച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? ഇത് കേൾക്കുമ്പോൾ ഹീറോ പറയും, കാരണം 2003 ഷോ അയാളുടെ അപ്പാർട്ട്മെന്റ് റെനോവേറ്റ് ചെയ്തു. അതിനുവേണ്ടി 10 മില്യൺ പണം ചെലവാക്കിയിട്ടുണ്ട്. ചൈനയിൽ നിന്ന് പ്രത്യേകം ആൾക്കാരെ വിളിച്ചിട്ടാണ് ഈ അപ്പാർട്ട്മെന്റ് റെനോവേറ്റ് ചെയ്തത്. എന്നാൽ ആ സമയത്ത് ഒരു വാൾ മാത്രം അയാൾ പൊളിക്കാതെ വിട്ടുവെച്ചു. ഹാളിന് സെൻട്രലിലുള്ള വാള്, അത് വെയിറ്റ് താങ്ങുന്ന കോളം പില്ലറല്ല. എന്നിട്ടും അയാളത് വിട്ടുവെച്ചെങ്കിൽ ഉറപ്പായിട്ടും പണം ആ വാളിനകത്ത് തന്നെ ഉണ്ടാവണം. അതുകൊണ്ടാണ് പോലീസുകാർക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റാത്തത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ടും അളിയൻ എന്തോ ഈ ക്രൈമിന് കൂട്ടു നിൽക്കാൻ മനസ്സില്ല. നമ്മൾ ഇതുവരെ താമസക്കാർക്ക് സേവനം ചെയ്തിട്ടേ ഉള്ളൂ, അവരെ കൊള്ളയടിച്ചിട്ടില്ല. അതിന് പറ്റിയ ആൾക്കാരല്ല നമ്മൾ. എനിക്കെന്തോ പിടിക്കപ്പെടുമെന്നാണ് തോന്നണത്. ദയവേത് ഇത് വിട്ടിട്ട് നമുക്ക് ലീഗലായി മുന്നോട്ട് പോവാം. ഇത് കേൾക്കുമ്പോൾ ഹീറോ പറയും, അയാൾ നമ്മളോടെല്ലാം ചതിയാണ് ചെയ്തത്. അപ്പൂപ്പൻ പണമില്ലാതെ മരിച്ചു പോകാൻ തയ്യാറായതാ, നിനക്കതറിയാം. ഞാൻ പോലീസുകാരോട് സംസാരിച്ചു. ഇനി നമ്മുടെ പണം തിരിച്ചു കിട്ടാൻ പോകുന്നില്ല, ഒരിക്കലുമില്ല. അയാൾ രക്ഷപ്പെട്ടു പോവും നമ്മുടെ പണം കൊണ്ട്. പിന്നെ നമ്മൾ എന്താണ് ചെയ്യാൻ പറ്റുക? ഇത് കൊള്ളയടി മാത്രമല്ല, പ്രതികാരം കൂടിയാ. അയാളെ കയ്യിൽ പണമുണ്ടെന്ന് പോലീസ് അറിഞ്ഞാലും അയാൾക്ക് വിഷയമാണ്. സോ എടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്ററും ഇന്ത്യക്കാരനും ഞങ്ങൾ തയ്യാറാണ്. ഒരു ചതിയനെ കൊള്ളയടിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു കുറ്റബോധവുമില്ല, അതുകൊണ്ട് ഞങ്ങൾ തയ്യാറാണെന്ന് പറയും. സോ ഇവരെല്ലാം തയ്യാറായതുകൊണ്ട് തന്നെ അളിയന് എസ് പറയാതെ വേറെ വഴിയില്ല. എന്നാലും അളിയൻ ചോദിക്കും, നമ്മൾ ഇതുവരെയും ഒരു പേന പോലും കട്ടെടുത്തിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഇത്രയും വലിയൊരു ക്രൈം പ്ലാൻ ചെയ്യുക? ആരാണ് നമ്മൾ സഹായിക്കാൻ പോകുന്നത്? അത് കേൾക്കുമ്പോൾ ഹീറോ, അങ്ങനെ കൊള്ളയടിക്കാൻ അറിയാവുന്ന ഒരു കൊള്ളക്കാരനെ എനിക്കറിയാം, നമുക്ക് അയാളെ സഹായത്തിന് വിളിക്കാമെന്ന് പറയുന്നുണ്ട്. അടുത്ത സീനി നേരത്തെ ഹീറോയുടെ ഒരു അയൽവാസിനെ കാണിച്ചില്ലേ, അയാളിപ്പോൾ ജയിലിലാണ്. ഹീറോ പണം കൊടുത്ത് പുള്ളിയെ ബെയിലിൽ പുറത്തെടുക്കുന്നു. പുള്ളിക്കാരൻ പുറത്തു വരുമ്പോൾ ഹീറോ അങ്ങനെ കാറി കയറ്റിയിട്ട്, ചേട്ടന് കഞ്ഞിയോ ചോറോ എന്തെങ്കിലും വേണോ, വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. പക്ഷെ അയാളാണെങ്കിൽ ഹീറോയെ മിരട്ടിയിട്ട്, സത്യം പറയാടാ, നീ ആരാ? അണ്ടർ കവർ പോലീസാണോ? നീ എന്തിനാണ് എന്നെ ജാമ്യത്തിൽ പുറത്തെടുത്തത്? നീ ഞാനും തമ്മിൽ എന്താണ് ബന്ധം? നിന്റെ പേര് പോലും എനിക്കറിയില്ല. ഇത് കേൾക്കുമ്പോൾ ഹീറോ ചോദിക്കും, ദിവസവും രാവിലെ നീ എന്നെ കാണാറുണ്ടല്ലോ, പല കാര്യങ്ങളും പറഞ്ഞ് എന്നെ മിരട്ടാറുണ്ട്. നമ്മൾ തൊട്ട അയൽവക്കത്താണ് താമസിക്കുന്നു, എന്നിട്ടും തന്നെ എന്നെ അറിഞ്ഞൂടാ. അത് കേൾക്കുമ്പോൾ കള്ളം പറയും, ഞാനൊരു ദിവസം 100 പേരെ കാണുന്നുണ്ട്, 100 പേരെയും മിരട്ടുന്നുമുണ്ട്, അതിലേതാ നീ എന്ന് എനിക്കെങ്ങനെ അറിയാം? അപ്പൊ ഹീറോ ചെറുപ്പം മുതലുള്ള കഥകൾ പറയും. ഇവരൊരുമിച്ച് തന്നെയാണ് തെരുവിൽ കളിച്ചു വളർന്നത്. ചെറുപ്പത്തിൽ ഹീറോയ്ക്ക് അപസ്മാരം ഉണ്ടായിരുന്നു. ആരെങ്കിലും ചീത്ത പറഞ്ഞ ഉടനെ മയങ്ങി വീഴും. അത് കേൾക്കുമ്പോഴാണ് കള്ളന് മനസ്സിലാവുക, ഓ ആ പയ്യനായിരുന്നല്ലേ നീ, എന്ത് പറഞ്ഞാലും ബോധം കെട്ടു വീഴുന്ന പയ്യൻ, നീ വളർന്നു വലുതായിട്ട് എന്നെ എന്തിനാണ് ജാമ്യത്തിലെടുത്തതെന്ന് പുള്ളി ചോദിക്കുകയാണ്. അപ്പൊ ഹീറോ പറയും, എനിക്ക് താൻ മുഖാന്തരം ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാനുണ്ടെന്ന്. അത് പറയുമ്പോൾ തന്നെ പുള്ളിക്കാരന് മനസ്സിലാവും എന്തോ കട്ടെടുക്കാൻ പോവാന്ന്. എന്ന വിഷയത്തിലേക്ക് വാ, നീ എന്താണ് കൊള്ളയടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഹീറോ പറയും, $20 മില്യൺ എന്ന്. അത് കേട്ടുടനെ കള്ളൻ ചേട്ടായി, എന്നാ പിന്നെ നമുക്ക് കഞ്ഞി കുടിക്കാൻ പോവാന്നും പറഞ്ഞ് ഇവരൊരു മാളിലേക്ക് പോകുന്നുണ്ട്. ആ മാളിലായിരിക്കും ബാക്കിയുള്ള 3 കൂട്ടുകാരും കാത്തിരിക്കുന്നത്. അവരെ കാണുമ്പോൾ തന്നെ കള്ളൻ ചിരിക്കും, ഈ പൊട്ടന്മാരെ വെച്ചിട്ടാണോ നീ കൊള്ളയടിക്കാൻ പോകുന്നത്? ഈ പണിക്ക് ഞാനില്ലാന്ന്. അപ്പൊ അവര് പറയും, ഈ തൊപ്പിക്കാരൻ തെണ്ടി വെച്ചിട്ടാണോ നമ്മൾ കൊള്ളയടിക്കാൻ പോകുന്നത്? ഇവനെ കണ്ടാൽ തന്നെ പോലീസ് പിടിക്കുമെന്ന്. അതിന് ഹീറോ, നിങ്ങൾ കാണുന്ന പോലെയല്ല ഇയാള്, ഒരുപാട് തവണ പോലീസ് ഇയാളെ പിടിച്ചിട്ടുണ്ട്, ഇൻകം ടാക്സ് അടയ്ക്കാറില്ല, 2-3 ഭാര്യമാരുണ്ട്, ഇതുവരെ വാടക കൊടുത്തിട്ടില്ല, ഒരുപാട് കള്ളക്കേസിലെ പ്രതിയാണ്, അതുകൊണ്ട് ഇത്തിരിയെങ്കിലും മര്യാദ നിങ്ങൾ കൊടുക്കണം. അപ്പൊ ഇവര് പറയും, തീർച്ചയായിട്ടും ഒരു കള്ളനുള്ള പൂർണ്ണ പിന്തുണ ഞങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന്. പക്ഷെ ഇവന്മാരെ വർത്താനം പ്രവർത്തനം കണ്ടിട്ട് കൊള്ളയടിക്കാൻ പറ്റുന്ന ആൾക്കാരാണെന്ന് നമ്മുടെ കള്ളന് വിശ്വാസമില്ല. കണ്ണ് കണ്ടാൽ തന്നെ അറിയാം പൊട്ടന്മാരാന്ന്. ഇവന്മാരെയൊന്നും വെച്ചിട്ട് ഇത്രയും പണം കൊള്ളയടിക്കാൻ പറ്റില്ല, നീ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കുന്നാണ് കള്ളൻ പറയുന്നത്. അപ്പൊ ഹീറോ, നീ വിചാരിക്കുന്ന പോലെയല്ല, എല്ലാവരും പെട്ടെടുക്കുക, അവരെന്തും ചെയ്യാൻ തയ്യാറാണ്, നീ ഒന്ന് സഹകരിച്ച് നോക്ക്, നമ്മളെ കൊണ്ടത് പറ്റും. അപ്പൊ കള്ളൻ, എന്നാ പിന്നെ നിങ്ങൾക്ക് ഞാനൊരു ടെസ്റ്റ് നടത്താം. അടുത്ത 15 മിനിറ്റിനുള്ളിൽ ഈ മാളിനകത്ത് നിന്നും നിങ്ങൾ ഓരോരുത്തരും തനിയെ ചെന്ന് $50 വിലയുള്ള എന്തെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുപോവാ. എന്നാൽ മാത്രം ഞാൻ ഈ ജോലിക്ക് തയ്യാറാവാം, നിങ്ങൾ യോഗ്യരാവുള്ളൂ. ആ ബെറ്റിന് സമ്മതമാണെങ്കിൽ ഞാൻ കാത്തു വെക്കാന്ന് പറയും. അപ്പൊ എല്ലാവരും പറയും, ഞങ്ങൾ റെഡിയാണ്, $50 എന്ത് സാധനം വേണമെങ്കിലും അടിച്ചെടുത്തോണ്ട് വരാം, അതൊരു ചാലഞ്ച് തന്നെ. അപ്പൊ കള്ളൻ, പോണേന് മുന്നേ നിങ്ങൾ എല്ലാവരുടെയും പേഴ്സ് ടേബിളിൽ വെച്ചിട്ട് പോ, കാരണം ഈ കാര്യത്തിൽ നിങ്ങൾ ചീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ലല്ലോ, കയ്യിലെ പണം കൊടുത്തിട്ട് വാങ്ങിച്ചാലോ, അതുകൊണ്ട് പേഴ്സ് ടേബിളിൽ തന്നെ വെച്ചിട്ട് പോകാൻ പറയും. ഇവരെല്ലാവരും പേഴ്സും വെച്ചിട്ട് ഓരോരുത്തരും ഓരോ കടയിൽ കയറി അവർക്ക് പറ്റാവുന്ന സാധനങ്ങൾ അടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ്. ഹീറോയാണെങ്കിൽ ബുദ്ധിപൂർവ്വം എളുപ്പത്തിൽ അടിച്ചു മാറ്റാൻ പറ്റാവുന്ന ചെറിയ 2 സാധനങ്ങൾ, ലേഡീസിന്റെ 2 അണ്ടർവെയർ, റോസ് കളറാൻ തോന്നുന്നുണ്ട്, വലുപ്പമൊക്കെ നോക്കി കറക്റ്റ് $50 മെല്ലെ അടിച്ചു മാറ്റാൻ നോക്കുക. ഈ സമയത്ത് അളിയൻ കമ്മൽ കടയിൽ കയറി 2 കുഞ്ഞ് കമ്മല് ഡെമോ കാണിക്കാൻ പറയുന്നുണ്ട്. അയാൾ കാണിച്ചുകൊണ്ടിരിക്കവേ ഇതിന്റെ കാറ്റലോഗ് എടുത്തിട്ട് വരുമെന്ന് പറഞ്ഞ് പുള്ളി അകത്ത് പറഞ്ഞു വിട്ടിട്ട് അവനത് വാ കൊണ്ട് കവിയെടുക്കും. നമ്മുടെ ഇന്ത്യക്കാരനാണെങ്കിൽ ഷൂ കടയിൽ കയറി ഷൂ മാറ്റിയിട്ട് പറ്റിച്ച് നടന്നു വരിക. പിന്നെ നമ്മുടെ ഇൻവെസ്റ്റർ, അയാൾ വളരെ സിമ്പിളായി ഒരു സ്വെറ്റർ എടുത്ത് ഡ്രസ്സിംഗ് റൂമിൽ കയറിയിട്ടിട്ട് അതിന്റെ വെയിറ്റ് ഉള്ള ഭാഗം മാത്രം കടിച്ച് തുപ്പിക്കളയും. അപ്പൊ പി സൗണ്ട് കേൾക്കില്ലല്ലോ. ഹീറോ ആണെങ്കിൽ ഈ അണ്ടർവെയർ എല്ലാം
പാൻറ്റിനകത്ത് തിരുകയാണ്. കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും വന്ന് അവരടിച്ചു മാറ്റിയ സാധനങ്ങളെല്ലാം കള്ളന്റെ മുന്നിൽ അയാളുടെ ടേബിളിലേക്ക് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇപ്പം നിങ്ങൾ തയ്യാറാണെന്ന് ചോദിക്കും. കള്ളൻ എന്നാ ശരി, നമ്മൾ നാളെ മുതൽ ജോലിക്ക് പ്രാക്ടീസ് തുടങ്ങാൻ പോവാണ്, എല്ലാവരും മുടങ്ങാതെ വരുമെന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ അളിയൻ ചെറുക്കൻ ചോദിക്കും, ഞങ്ങളൊക്കെ അടിച്ചു മാറ്റി ഞങ്ങളുടെ കഴിവ് കാണിച്ചില്ലേ, താൻ ശരിക്കുള്ള കള്ളനാണെന്നും പറഞ്ഞ് തന്റെ കഴിവ് കാണിക്കും. അപ്പൊ കള്ളൻ പറയും, എടാ മണ്ടന്മാരെ, 50 രൂപ വിലയുള്ള ഒന്നിനും കൊള്ളാത്ത സാധനങ്ങളല്ലേ നിങ്ങൾ അടിച്ചു മാറ്റിയത്, ഞാൻ അടിച്ചു മാറ്റിയത് $264. മനസ്സിലായില്ല? ഒരു കള്ളന്റെ കയ്യിൽ ഒരിക്കലും സ്വന്തം പേഴ്സ് കൊടുക്കാൻ പാടില്ല, ഇനി അതൊരു പാഠമായിരിക്കട്ടെ എന്നും പറഞ്ഞ് തെറിയും വിളിച്ച് അയാൾ ഇറങ്ങിപ്പോവും. ഇവരുടെ എല്ലാം പണം അവൻ ആ ഗ്യാപ്പിന് അടിച്ചു മാറ്റിയിരുന്നു. പിറ്റേന്ന് കാലത്ത് കൊടും തണുപ്പിൽ ഈ 4 പേരെയും കള്ളം വിളിച്ചിട്ട് അവർക്ക് എങ്ങനെയാണ് ഒരു ഡോറ് തുറക്കണമെന്നുള്ള പ്രാക്ടീസ് കൊടുക്കുകയാണ്. ഈ തണുപ്പിൽ നിങ്ങൾ ചാകാതിരിക്കണമെങ്കിൽ ആ മുറിയുടെ ഡോറ് തുറക്കുക, ആ മുറിക്കകത്ത് ഞാനും എന്റെ കാമുകിയും കൂടി സ്നേഹിച്ചുകൊണ്ടിരിക്കാവും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കാമെന്നും പറഞ്ഞ് അയാൾ മുറിക്കകത്ത് കയറുന്നു. ഇവർ 4 പേരും എങ്ങനെയൊക്കെയോ ആ ഡോറ് തുറന്ന് രക്ഷപ്പെടുന്നുണ്ട്. ആ സീന് കഴിയുമ്പോൾ ഇവർ നമ്മുടെ ടവർ ഹൗസിനെ പറ്റി പഠിക്കുകയായിരിക്കും. 7 ക്യാമറകൾ അപ്പാർട്ട്മെന്റിന് ചുറ്റുമുണ്ട്, ആ ടവറിന് ചുറ്റുമുണ്ട്. അത് കൂടാതെ 6 ഡോർമെൻ സെക്യൂരിറ്റികൾ എപ്പോഴും ഉണ്ടാവും, 2 എൻട്രൻസിലായിട്ട്. ഇവരെല്ലാം കടന്ന് അകത്ത് കയറിയാൽ പിന്നെയുള്ളത് സെക്യൂരിറ്റി ഓഫീസേഴ്സാ, അവരെയും പറ്റിക്കണം. 12 ഇന്റേണൽ ക്യാമറാസ് ഉണ്ട്, അതിലും മുഖം പെടാതെ വേണം അകത്തേക്ക് പോകാൻ. ഹൈ റിസ്കിയാണ്. എങ്ങനെയെങ്കിലും ലിഫ്റ്റിൽ കയറിയാൽ പിന്നെ രക്ഷപ്പെട്ടു. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ് ഇവർ ആ ടവറിന് തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിലിരുന്ന് ഓരോ ദിവസവും ഈ ടവറിനെ നിരീക്ഷിക്കും. അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസുകൾ ചെക്ക് ചെയ്യും. എന്നാൽ അത് പൈസ കൂടുതൽ കൊടുക്കേണ്ട ഹോട്ടലായതുകൊണ്ട് ഇവർക്ക് അവിടെ വെറുതെ ഇരിക്കാനും പറ്റില്ല. അപ്പോഴാണ് കള്ളം പറയുക, നിങ്ങൾ ഇത്രയും എച്ചുകളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ഭക്ഷണം ഞാൻ വാങ്ങിച്ചു തരാം, വിഷമിക്കണ്ട, എന്റെ കയ്യിൽ പണമല്ല മാർഗമുണ്ടെന്നും പറഞ്ഞ് ഒരു കോക്രോച്ചിനെ കാണിച്ചു കൊടുക്കും. നമ്മുടെ പഴയ ടെക്നിക്ക് തന്നെ, ഹരിഹർ നഗർ. അത് കഴിയുമ്പോൾ ഹീറോ ഇവരെല്ലാം വിളിച്ചുകൊണ്ട് വന്ന് അപ്പാർട്ട്മെന്റിലെ ഇലക്ട്രിക്കൽ റൂം അതിന്റെ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. അവിടെ നിന്നാണ് ഈ ലിഫ്റ്റ് കൺട്രോൾ ചെയ്യേണ്ടത്. ഇവർ ലിഫ്റ്റിനകത്ത് കയറിയാൽ ഒരാൾ ഈ ഇലക്ട്രിക്കൽ റൂമിൽ പോയിട്ട് ലിഫ്റ്റ് കൺട്രോൾ ചെയ്ത് ഇവരെ കറക്റ്റ് മുകളിലേക്കും താഴേക്കും എത്തിക്കണം. അതാരാ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യക്കാരനാണ്. പുള്ളിക്കാരൻ ഈ പോളിടെക്നിക്കൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാളെ വിശ്വസിച്ച് ഹീറോ ഈ ജോലി കൊടുക്കുന്നത്. അത് കേട്ട് ഇന്ത്യക്കാരൻ പറയും, ആക്ച്വലി എന്റെ റെസ്യൂമിലുള്ള പഠനം ഞാൻ പഠിച്ചിട്ടില്ല, പിന്നെ ഒരു വെയിറ്റ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ചേർത്താ. എന്തായാലും ഓൺലൈനിൽ ഞാൻ അതൊക്കെ കണ്ടിട്ടുണ്ട്, നെഗറ്റീവും പോസിറ്റീവും അല്ലേ, അതൊക്കെ എന്തായാലും കൂട്ടി വെച്ച് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം എന്ന് പറയും പുള്ളി. അത് കഴിയുമ്പോൾ ഇവർക്കെല്ലാം വേണ്ടി അയാൾ മാസ്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ മുഖം കാണുന്ന മാസ്ക്. നീ പ്രത്യേകം കടക്കാരനോട് മുഖം കാണണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചാണോടാ ഈ മാസ്ക്? ഈ മണ്ടൻ ഇവിടെ തന്നെ നിർത്തിയിട്ട് വേറെ ആരെങ്കിലും പോയി വാങ്ങിച്ചോണ്ട് വാന്ന് പറയും ഹീറോ. അത് കഴിയുമ്പോൾ ഇൻവെസ്റ്റർ ചോദിക്കും, എല്ലാം ഓക്കെ, നമ്മൾ അവിടുന്ന് പണം അടിച്ചു എന്ന് തന്നെ വെക്കേ. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? ആ പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പാ പോലീസ് വെക്കും. കാരണം ടവർ ഈ ജോലി ചെയ്യുന്നവരെയാണ് അവർ ആദ്യം ക്വസ്റ്റ്യൻ ചെയ്യുക. അത് കേൾക്കുമ്പോൾ ഹീറോ, അതെനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ആ പണം ഒരാഴ്ചത്തേക്ക് കള്ളനോട് സൂക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങേര് നമുക്ക് വേണ്ടി ആ പണം മാറ്റി വെച്ചോളും, ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് പങ്കുവെക്കാലോ. ഇത് കേൾക്കുമ്പോൾ ഇന്ത്യക്കാരൻ ഒരു 20 രൂപ ഇയാളെ നമ്പി കൊടുക്കാൻ പറ്റില്ല. എന്നിട്ടാണ് ഈ ഫ്രോഡിന്റെ കയ്യിൽ മുഴുവൻ പണം കൊടുക്കുന്നത്. ഇയാളെ നമ്മളെയൊക്കെ പറ്റിച്ചിട്ട് പോകും, ഇവനെയൊന്നും വിശ്വസിക്കണ്ട. ഇത് കേട്ട ഉടനെ കള്ളൻ ദേഷ്യപ്പെട്ടിട്ട്, നീ ആരെയാടാ ഫ്രോഡെന്ന് വിളിച്ച്? ഞാൻ കള്ളനാണ്, പക്ഷെ ഫ്രോഡല്ല, എന്റെ കയ്യിൽ പണം തരാൻ നിനക്ക് മടിയോ? ഒരു തവണ കൂടെ നീ പറയടാന്നും പറഞ്ഞ് ഇവൻ കയ്യിലെ തോക്കെടുക്കുന്നു. ഉടനെ ഹീറോ പറയും, നീ എപ്പോഴും ഇങ്ങനെ കയ്യിൽ തോക്ക് വെച്ചിട്ട് നടക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ വരണ്ട. ഈ ക്രൈമിൽ ഗണ്ണ് ഉപയോഗിക്കുന്നില്ല നമ്മൾ, എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ പിന്നെ കഥ മാറും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ക്രൈമിൽ ഗണ്ണ് ഉപയോഗിക്കാൻ പാടില്ല. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പോലീസുകാരി 2 പോലീസുകാരുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ബാക്കി എല്ലാവരും പേടിച്ചരണ്ട് പോയി ഒളിച്ചിരിക്കും. പോലീസിനെല്ലാം പിടികിട്ടിയോന്നാണ് അവരുടെ പേടി. ഹീറോ മെല്ലെ ചെന്ന് കഥക് തുറക്കുമ്പോണ്ട് പോലീസുകാരി മറ്റൊരു വിഷയമാണ് പറയുക. കോടതിയിലെ ജഡ്ജ് ഈ കേസ് ഡിസ്മിസ് ചെയ്യാൻ പോവാത്രേ ഒരാഴ്ചയ്ക്കുള്ളിൽ. കാരണം തക്കതായ തെളിവൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മിസ്റ്റർ ഫോക്സ് രക്ഷപ്പെടും. എന്നാൽ അതല്ല കുഴപ്പം, ആ പണക്കാരൻ വില്ലൻ ഹീറോ കാറ് പൊട്ടിച്ചതുകൊണ്ട് ഹീറോക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. അത് പറയാൻ വേണ്ടിയിട്ടാണ് പോലീസുകാർ വന്നത്. ഇനിയിപ്പോൾ ഹീറോക്കെതിരെ കേസ് ഫയൽ ചെയ്യാതിരിക്കണമെങ്കിൽ അയാളോട് ചെന്ന് മനഃപൂർവ്വം ഒരു അപ്പോളജി പറയുക. എന്നാ പിന്നെ ഹീറോയെ വെറുതെ വിടാന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അതുകൊണ്ടാണ് പോലീസുകാരി 2 ഓഫീസർമാരെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്. ഹീറോ ക്ഷമ പറയുകയാണെങ്കിൽ വെറുതെ വിടും, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യണം, അതാണ് അവസ്ഥ. ഞാൻ ക്ഷമ തന്നെ പറഞ്ഞോളാന്നും പറഞ്ഞ് ഹീറോ പോലീസുകാരിക്കൊപ്പം നമ്മുടെ പണക്കാരനെ കാണാൻ ചെല്ലുന്നു. അപ്പൊ പണക്കാരൻ പറയും, പുള്ളിക്കാരൻ ചെസ് കളിച്ചോണ്ടിരിക്കുക. 1912 പണ്ടൊരു മാച്ച് ഉണ്ടായിരുന്നു. അതിലെ കളിക്കാരൻ അവസാനത്തെ മൂവിൽ ജയിക്കാൻ വേണ്ടി റാണിയെ തന്നെ ബലിയാടായിട്ട് കൊടുത്തു. അതൊരു വലിയ കളിയായിരുന്നു. ആ മൂവിനെ പറ്റി എല്ലാവരും സംസാരിച്ചിരുന്നു. അതുപോലെ നീ വെറൊരു സാധാരണക്കാരനാ. നിന്റെ മൂവായിരുന്നു എന്റെ കാറ് പൊട്ടിക്കുക എന്നുള്ളത്. പക്ഷെ എന്റെ മൂവ് എന്താണെന്ന് നിനക്കറിയില്ലല്ലോ. എന്റെ കളികൾ നിന്നെ ഭയപ്പെടുത്തും, നിന്റെ സമാധാനം തകർക്കും, ജീവിതം ഇല്ലാതാക്കും. ഞാൻ കളിച്ചു തുടങ്ങട്ടെ. ഇത് കേൾക്കുമ്പോൾ ഹീറോ പറയും, സാർ എന്നോട് ക്ഷമിക്കണം, എനിക്ക് പറ്റിപ്പോയതാ. നിങ്ങൾക്കുണ്ടായ നഷ്ടത്തെ എങ്ങനെയെങ്കിലും ഞാൻ പരിഹരിക്കും. അതിനുള്ള പരിഹാരം ഞാൻ തിരിച്ചു നൽകും. നിങ്ങൾ കാത്തിരിക്കൂ, എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചു നൽകും. എന്നോട് ഇപ്പോൾ ക്ഷമിച്ചൂടെ? അതിന് പണക്കാരൻ പറയും, പിന്നെന്താ, നിന്നോട് പ്രതികാരം ചെയ്യാനും മാത്രം നീ അത്ര വലിയ ആളല്ല. പക്ഷെ എന്റെ പണം എനിക്ക് തിരിച്ചു കിട്ടണം. അത് തന്നു കഴിഞ്ഞാൽ നിന്നെ വേണമെങ്കിൽ ഇവിടെ തന്നെ ജോലിക്കെടുക്കാൻ ഞാൻ ശുപാർശ ചെയ്യാം, മാനേജറായിട്ടല്ല, തൂപ്പുകാരനായിട്ട്. ഓക്കെ അല്ലേ? എന്നാ പൊയ്ക്കോന്നും പറഞ്ഞ് പുള്ളിക്കാരൻ ഹീറോയെ പറഞ്ഞുവിടും. ഹീറോ പോലീസുകാരിയുടെ വണ്ടിയിൽ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു.
ആ സമയത്ത് പോലീസുകാരി ഹീറോ അയാളുടെ കാറ് തല്ലിപ്പൊട്ടിക്കുന്ന വീഡിയോ CCTV ഫുട്ടേജിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു കോപ്പി പുള്ളിക്കാരി ഹീറോയ്ക്ക് കൊടുക്കും, ഒരു സ്നേഹ സമ്മാനമായിട്ട്. ഹീറോയ്ക്ക് കേസിൽ കുടുങ്ങണ്ടെന്ന് പറഞ്ഞിട്ട്. അതെന്തായാലും ഹീറോയ്ക്ക് ഇഷ്ടപ്പെട്ടു. നന്ദി പറഞ്ഞ് പോകാൻ നേരം ശനിയാഴ്ച വൈകിട്ട് ഞാൻ പുറത്ത് കഴിക്കാൻ പോകുന്നുണ്ട്, കൂടെ ആളില്ലാത്തോണ്ട് ആരെങ്കിലും ഉപദ്രവിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട്. സോ ഒരു പോലീസുകാരി കൂടെ വന്നാൽ എനിക്ക് സന്തോഷമായി. നിങ്ങൾക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിക്കും ഹീറോ. ആ ചോദ്യം പോലീസുകാരിക്ക് ഇഷ്ടമായി. അവർ വരാമെന്ന് സമ്മതിക്കും. എന്നാൽ നമുക്ക് ശനിയാഴ്ച കാണാമെന്നും പറഞ്ഞ് അവർ പോവാണ്. അത് കഴിഞ്ഞ് ഹീറോ വീടിനകത്തേക്ക് കയറുമ്പോണ്ട് 4 കൂട്ടുകാരും ഈ പോലീസുകാർക്ക് ഞങ്ങളെ ചോർത്തി കൊടുക്കാനാണോടാ കൊണ്ടുവന്ന്, പോലീസുകാരിയോട് പഞ്ചാര അടിച്ചിട്ട് വരുന്നു, ഇവൻ നമ്മളെ ഒറ്റുവെന്ന് എനിക്ക് പേടിയുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഹീറോ പറയും, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ശനിയാഴ്ച വരെ ഞാൻ ആ പെണ്ണിനെ കാണാൻ പോകുന്നില്ല. എന്റെ പേഴ്സണൽ ലൈഫ് വേറെ, പ്രൊഫഷണൽ ലൈഫ് വേറെ. അതുകൊണ്ട് അത് രണ്ടും കൂട്ടിക്കുഴയ്ക്കണ്ട. അവളിപ്പോൾ നമ്മുടെ ഭാഗത്തുള്ളത് നമുക്ക് ലാഭം തന്നെയാണ്. അതുകൊണ്ട് അതൊക്കെ വിട്ടേക്ക്. ഇനിയിപ്പോൾ പ്ലാനിലേക്ക് കിടക്കാം. എന്താ ചെയ്യാൻ പോകുന്നു? അപ്പൊ കള്ളം പറയും, എല്ലാം ഓക്കെ, നമ്മൾ ആ ഫ്ലാറ്റിനകത്ത് കിടക്കുന്നത് വരെ ഓക്കെ. എന്നാൽ അകത്തുള്ള സേഫ് ആരാ തുറക്കാൻ പോകുന്നു? എനിക്ക് തുറക്കാനൊന്നും അറിയില്ല. ഞാൻ കത്തി കാണിച്ച് ആൾക്കാരെ ഭീഷണിപ്പെടുത്തി പണം അടിച്ചു മാറ്റാറുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത്രയും കട്ടി കൂടിയ സേഫ് ബോക്സ് ഒന്നും എനിക്ക് തുറക്കാൻ അറിയില്ല. വല്ല സൂട്ട് കേസും ആണെങ്കിൽ പാറക്കല്ല് തൂക്കിയിട്ട് പൊട്ടിച്ചേരായിരുന്നു. ഇതിപ്പോ ഇരുമ്പ് പെട്ടിയല്ലേ, ഇതെനിക്ക് തുറക്കാൻ അറിയില്ല. അത് കേൾക്കുമ്പോൾ അളിയൻ പറയും, എന്തൊരു മൊണ്ണ കള്ളനെയാണ് നീ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്. സേഫ് തുറക്കാൻ അറിയില്ലെങ്കിൽ പിന്നെന്തിനവൻ? ഇതിലിപ്പോൾ ആരാ പ്രൊഫഷണൽ ആയിട്ടുള്ളത്? അപ്പൊ ഹീറോ, ആരും ബേജാറാവണ്ട, നമുക്കതിന് വഴി കണ്ടെത്താം. ഒരാളെനിക്ക് അറിയാമെന്നും പറഞ്ഞ് നമ്മുടെ അതേ അപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന സ്വീപ്പറായിട്ടുള്ള ഗുണ്ടു ചേച്ചിയില്ലേ, ആ ചേച്ചിനെ വിളിച്ചു വരുത്തും. എന്നിട്ട് ഹീറോ ചോദിക്കുകയാണ്, നിങ്ങളുടെ അച്ഛൻ കിങ്സ്റ്റണിൽ ഒരു ലോക്ക് സ്മിത്ത് ആയിരുന്നില്ലേ? അങ്ങേർക്ക് എല്ലാ പൂട്ടും തുറക്കാൻ അറിയുമായിരുന്നു. പുള്ളിക്കാരൻ എന്തെങ്കിലും വിദ്യ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? അത് കേൾക്കുമ്പോൾ ഗുണ്ടു ചേച്ചി പറയും, എനിക്ക് തുറക്കാൻ അറിയാത്ത ഒരു ലോക്കും ഈ ഭൂമിയിൽ കണ്ടുപിടിച്ചിട്ടില്ലെന്ന്. അപ്പൊ ഇവര് പണക്കാരന്റെ വീട്ടിലുള്ള അതേപോലത്തെ ഒരു സേഫ് മോഡൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് കാണിച്ചിട്ട് ഇത് തുറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അത് കണ്ടുടനെ ആ മോഡൽ നെയിം എന്താണെന്നും പേരെന്താണെന്നും എല്ലാം ഇവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഒരു 15 മിനിറ്റ് തന്നാൽ മതി, ഞാനത് ഈസി ആയിട്ട് തുറക്കും, വലിയ വിഷയമേ അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ കള്ളനും ഹീറോയും, എന്നാ പിന്നെ ഞങ്ങൾക്കൊരു ഡെമോ കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കും. പിന്നെന്താന്ന് പറഞ്ഞ് ആ ലേഡി ആ സേഫ് തുറക്കാൻ ശ്രമിക്കും. പിറ്റേന്ന് ഹീറോയും കൂട്ടുകാരും ഒത്തുകൂടുമ്പോൾ നമ്മുടെ അളിയച്ചാര് വന്നിട്ടില്ല. ഇവര് ടവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് അളിയൻ ടവറിലേക്ക് സൈക്കിളും കൊണ്ട് പോകുന്നുണ്ട്. ഇവരോടൊന്നും ആ കാര്യം ഇൻഫോം ചെയ്തിട്ടില്ല.